എനിക്ക് കിട്ടിയ ടോപ്പിക് റീമെറ്റീരിയലൈസേഷൻ. Rematerialization is the process by which a client can get his electronic holding converted into physical certificate. The client has to submit the rematerialization request to the DP with whom he has an account. The DP enters the request in its system, which blocks the client's holding to the extent automatically. The DP relays the request to NSDL and sends the request form to the issuer or R&T agent. The issuer or R&T agent then prints the certificates, dispatches the same to client and simultaneously electronically confirm the acceptance of the request to NSDL. റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് ഡീമെറ്റീരിയലൈസേഷൻ്റെ ഓപ്പോസിറ്റാണ് റീമെറ്റീരിയലൈസേഷൻ. അപ്പോൾ റീമെറ്റീരിയലൈസേഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് എ ക്ലയൻറ്റ് ക്യാൻ ഗെറ്റ് ഹിസ് ഇലക്ട്രോണിക് ഹോൾഡിംഗ് കൺവേർട്ട് ഇൻ ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. അതായത് ഇലക്ട്രോണിക് ഹോൾഡിംഗ് സെക്യൂരിറ്റീസിനെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ദി ക്ലയൻറ്റ് ഹാസ് ടു സബ്മിറ്റ് ദി റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ടു ദി DP വിത്ത് ഹൂം ഹീ ഹാസ് എൻ അക്കൗണ്ട്. അതായത് ഏത് DPൻ്റെ അടുത്താണോ ഒരു ക്ലയൻറ്റിൻ്റെ അക്കൗണ്ട് ഉള്ളത് അവരുടെ അടുത്താണ് റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. The DP enters the request in its system, which blocks the client's holding to the extent automatically. The DP relays the request to NSDL and sends the request form to the issuer or R&T agent. ഈ റിക്വസ്റ്റ് NSDL അതായത് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് അല്ലെങ്കിൽ ഇഷ്യൂർക്കോ രജിസ്റ്റർക്കോ ട്രാൻസ്ഫർ ഏജൻറ്റിനോ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. The issuer or registered and transfer agent then prints the certificate, dispatches the same to the client and simultaneously electronically confirm the acceptance of the request to NSDL. ഇഷ്യൂറോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റോ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്യുന്നു. കാരണം ഇത് ഇലക്ട്രോണിക് ഫോർമിലാണല്ലോ നിർത്തുന്നത്. ഇത് ഫിസിക്കൽ ഫോർമുലയിൽ മാറ്റുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്യുകയും പിന്നീട് ക്ലയൻറ്റ് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ദെറാഫ്റ്റർ ദി ക്ലയൻറ്റ്സ് ബ്ലോക്ക്ഡ് ബാലൻസ് ആർ ഡെബിറ്റഡ്. പിന്നീട് ക്ലയൻറ്റിൻ്റെ ബ്ലോക്ക്ഡ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫീച്ചേഴ്സ്. എ ക്ലയൻറ്റ് ക്യാൻ റീമെറ്റീരിയലൈസ് ഇസ് ഡീമെറ്റീരിയലൈസ്ഡ് ഹോൾഡിംഗ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. ഏത് സമയത്ത് വേണമെങ്കിലും ഡീമെറ്റീരിയലൈസ്ഡ് ഹോൾഡിങ്ങിനെ റീമെറ്റീരിയലൈസ്ഡ് ചെയ്യേണ്ടതാണ്. ദി റീമെറ്റീരിയലൈസേഷൻ പ്രോസസ് ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ 30 days. 30 ദിവസത്തിനുള്ളിൽ റീമെറ്റീരിയലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ദി സെക്യൂരിറ്റീസ് സെൻഡ് ഫോർ റീമെറ്റീരിയലൈസേഷൻ cannot be traded. റീമെറ്റീരിയലൈസേഷൻ അയച്ച സെക്യൂരിറ്റീസിനൊന്നും ട്രേഡ് ചെയ്യാൻ. നെക്സ്റ്റ് പ്രൊസീജിയർ. ദി ക്ലയൻറ്റ് വിൽ submit a request to the DP for rematerialization of holding in its account. ക്ലയൻറ്റ് അക്കൗണ്ടിലെ ഹോൾഡിങ്ങുകളുടെ റീമാറ്റീരിയലൈസേഷനായി DP റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. On the receipt of the request form, the DP will verify that the form is duly filled in and issued to the client an acknowledgement slip signed and stamped. അതായത് ഈ റിക്വസ്റ്റ് ഫോം സ്വീകരിക്കുമ്പോൾ DP ഫോം കൃത്യമായി പൂരിപ്പിച്ചിട്ടുണ്ടെന്ന് വെരിഫൈ ചെയ്യണം. തേർഡ്, ദി DP വിൽ വെരിഫൈ ദി സിഗ്നേച്ചർ ഓഫ് ദി ക്ലയൻറ്റ് ഹാസ് ഓൺ ദി ഫോം വിത്ത് ദി സ്പെസിമെൻ അവൈലബിൾ ഇൻ ദി റെക്കോർഡ്സ്. ഈ ഫോമിലെ ക്ലയൻറ്റിൻ്റെ സൈൻ DP പരിശോധിക്കും. ഫോർത്ത്, ഇഫ് ദി സിഗ്നേച്ചർ ആർ ഡിഫറെൻറ്റ് ദി DP വിൽ എൻഷുർ ദി ഐഡൻറ്റിറ്റി ഓഫ് ദി ക്ലയൻറ്റ്. സിഗ്നേച്ചർ ഡിഫറെൻ്റ് ആണെങ്കിൽ DP ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിഫൈ എൻഷുർ ചെയ്യും. If the form is in order, the DP will enter the request detail in its DPM software provided by the NSDL to the DP. While entering the details, if it is found that the client's account does not have enough balance, DP will not entertain the request. ഈ ഫോം ഓർഡറൈസ്ഡിലാണെങ്കിൽ DP അതിനെ DPMലേക്ക് റിക്വസ്റ്റ് അയക്കും. എന്നിട്ട് ഈ DP NSDL പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിൽ കണ്ടില്ലെങ്കിൽ DP റിക്വസ്റ്റ് സ്വീകരിക്കുകയില്ല. The DP will intimate the client that the request cannot be entertained since the client does not have sufficient balance.
ഡിക്ലൈൻ ചെയ്യുന്നതിനാൽ ഈ റിക്വസ്റ്റ് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് DP ക്ലയൻറ്റിനെ അറിയിക്കുന്നതാണ്. If there is a sufficient balance in the client's account, the DP will enter the request in the DPM and the DPM will be generate a rematerialization request number RRN. അതായത് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ DPM ഒരു റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്പർ കൊടുക്കും. The RRN or so generated is entered DPM ഒരു റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്പർ കൊടുക്കും. The RRN or so generated is entered in the space provided for the purpose in the rematerialization request form. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത RRN ഫോമിൽ ആവശ്യത്തിനായി സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നു. Detailed record for the RRN should be verified by a persons other than the persons who entered the data. The request is then released to the DM by the DP. അതായത് ഈ RRNായി രേഖപ്പെടുത്തിയ ഡീറ്റെയിൽസ് ആ വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തി വെരിഫൈ ചെയ്യേണ്ടതാണ്. എന്നിട്ട് DM DPക്ക് റിക്വസ്റ്റ് റിലീസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ദി DM ഫോർവേഡ് ദി റിക്വസ്റ്റ് ടു ദി ഇഷ്യൂവർ ഓർ R&T ഏജൻറ്റ് ഇലക്ട്രോണിക്കലി. ഇഷ്യൂവറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റോ ഈ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. ദി DP വിൽ ഫിൽ ദി ഓതറൈസേഷൻ പോർഷൻസ് ഓഫ് ദി റിക്വസ്റ്റ് ഫോം. ഈ ഫോമിൻ്റെ ഓതറൈസേഷൻ പോർഷൻ DP ഫിൽ ചെയ്യുന്നു. ദി DP വിൽ ദെൻ ഡിസ്പാച്ച് ദി റിക്വസ്റ്റ് ഫോം ടു ദി ഇഷ്യൂവർ ഓർ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്. എന്നിട്ട് DP ഇഷ്യൂവർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റോ ഈ റിക്വസ്റ്റ് ഫോം അയക്കും. ഫയൽ പ്രോസസ്സിംഗ് റിക്വസ്റ്റ് ഇഷ്യൂവർ ഓർ R&T agent may not some objections. Depending on the nature of objection, the issuer or R&T agent may reject the request or process it partially, seeking rectification for the remaining and send an objections memo to the DP. അതായത് ഈ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇഷ്യൂവർ അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റോ ചില എതിർപ്പുകൾ റിപ്പോർട്ട് ചെയ്തേക്കാം. എതിർപ്പിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇഷ്യൂവർ അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റോ റിക്വസ്റ്റ് പാൻറ്റഡ് ഇൻ ദി സ്പേസ് പ്രൊവൈഡ് ഫോർ ദി പർപ്പസ് ഇൻ ദി റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത RRN ഫോമിൽ ആവശ്യത്തിനായി സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നു. Detailed record for the RRN should be verified by a persons other than the persons who entered the data. The request is then released to the DM by the DP. അതായത് ഈ RRNായി രേഖപ്പെടുത്തിയ ഡീറ്റെയിൽസ് ആ വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തി വെരിഫൈ ചെയ്യേണ്ടതാണ്. എന്നിട്ട് DM DPക്ക് റിക്വസ്റ്റ് റിലീസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ദി DM ഫോർവേഡ് ദി റിക്വസ്റ്റ് ടു ദി ഇഷ്യൂവർ ഓർ R&T ഏജൻറ്റ് ഇലക്ട്രോണിക്കലി. ഇഷ്യൂവറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റോ ഈ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. ദി DP വിൽ ഫിൽ ദി ഓതറൈസേഷൻ പോർഷൻസ് ഓഫ് ദി റിക്വസ്റ്റ് ഫോം. ഈ ഫോമിൻ്റെ ഓതറൈസേഷൻ പോർഷൻ DP ഫിൽ ചെയ്യുന്നു. ദി DP വിൽ ദെൻ ഡിസ്പാച്ച് ദി റിക്വസ്റ്റ് ഫോം ടു ദി ഇഷ്യൂവർ ഓർ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്. എന്നിട്ട് DP ഇഷ്യൂവർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റോ ഈ റിക്വസ്റ്റ് ഫോം അയക്കും. ഫയൽ പ്രോസസ്സിംഗ് റിക്വസ്റ്റ് ഇഷ്യൂവർ ഓർ R&T agent may not some objections. Depending on the nature of objection, the issuer or R&T agent may reject the request or process it partially, seeking rectification for the remaining and send an objections memo to the DP. അതായത് ഈ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇഷ്യൂവർ അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റോ ചില എതിർപ്പുകൾ റിപ്പോർട്ട് ചെയ്തേക്കാം. എതിർപ്പിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇഷ്യൂവർ അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റോ റിക്വസ്റ്റ് പാർഷ്യലി റിജക്റ്റ് ചെയ്യുകയോ പ്രോസസ്സ് ചെയ്യുകയോ ചെയ്യാം. അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ അയക്കും. The issuer or R&T agents accept the request for the rematerialization, prints and dispatches the certificate to the client and sends electronically confirmations to the DM. ഇഷ്യൂവർ ഈ റീമെറ്റീരിയലൈസേഷൻ പ്രിൻറ്റുകൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റുകൾ
ഈ ക്ലയൻറ്റിലേക്ക് അയക്കും. അങ്ങനെ ഇലക്ട്രോണിക് കൺഫർമേഷൻസ് DM-ലേക്ക് സെൻഡ് ചെയ്യുന്നു. The DM downloads these informations to the DPM and the status of the rematerialization request is updated in the DPM. അതായത് DPM ഈ ഇൻഫോർമേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് DPM ഈ റിക്വസ്റ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു. The DPM must inform the client about the changes in the client account following the acceptance of the request. അതായത് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ക്ലയൻറ്റ് അക്കൗണ്ടിലെ മാറ്റങ്ങളെക്കുറിച്ച് DP ക്ലയൻറ്റിനെ അറിയിക്കേണ്ടതാണ്. നെക്സ്റ്റ് പ്രിക്കോഷൻസ്. The client has to mention the lot type in the rematerialization request form. അതായത് റീമെറ്റൈസേഷൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ ലോട്ട് ടൈപ്പ് മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, സെക്യൂരിറ്റീസ് സെൻഡ് ഫോർ ദി റീമെറ്റൈസേഷൻസ് കനോട്ട് ബി ട്രേഡഡ്. അതായത് അതിൽ ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ബിഫോർ ഇനീഷ്യേറ്റിംഗ് ദി റീമെറ്റൈസേഷൻസ് റിക്വസ്റ്റ് ഇൻ എ സെക്യൂരിറ്റി, ദി ക്ലയൻറ്റ് മസ്റ്റ് ensure that he is sufficient free balance in that security in his depository account. അതായത് റീമെറ്റൈസേഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് മുൻപ് ഒരു ക്ലയൻറ്റ് ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ ഫ്രീ ബാലൻസ് സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫ്രീ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ റിക്വസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ.